ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട്, ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് 24-ന്റെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് മോർണിംഗ് വാക്കിനായി. അതിന്റെ വിശദാംശങ്ങളൊക്കെ പറയാം. അപ്പോൾ ഡേറ്റിൽ പറഞ്ഞു തുടങ്ങിയാലോ? അതെ, ഡേറ്റിൽ പറഞ്ഞു തുടങ്ങണമെങ്കിൽ 2025 ഇന്ന് ജനുവരി 23 വ്യാഴാഴ്ചയാണ്. കൊല്ലവർഷം 1200, മകരം 10. അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കിന് സ്പെഷ്യൽ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് ഞാൻ സംസ്ഥാന അവാർഡ് ജേതാവിനൊപ്പമാണ് മോർണിംഗ് വാക്ക് ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ് എന്റെ വ്യക്തിപരമായ പേരിലും മോർണിംഗ് വാക്ക് ടീമിന്റെ പേരിലും ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പേരിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വി ആർ പ്രൗഡ് ഓഫ് യു മിസ്റ്റർ പ്രജിൻസി. അപ്പൊ അത് സ്പെഷ്യൽ സന്തോഷം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് മോർണിംഗ് വാക്കിനായി ഉള്ളത് നമ്മൾ കൊച്ചി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ 10ാം ഡിവിഷനിലാണുള്ളത്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഇടത്തിലാണ്, അതിന് തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നത് പോലെ പിറകിലുണ്ട് ക്വീൻസ് പാർക്ക് എന്ന് പറയുന്ന ഈ പാർക്കിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാനും വാർത്തകളുണ്ട്. ഒപ്പം തന്നെ അതൊന്നും മാറ്റിവെക്കുന്നില്ല. അപ്പോൾ വിശേഷങ്ങളും വാർത്തകളുമായി തുടങ്ങല്ലേ? അതെ, വിശേഷങ്ങൾ, വാർത്തകൾ, കാഴ്ചകൾ, പിന്നെ ഒരുപാട് വർത്തമാനങ്ങളുമായി നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. ഒരു സൂപ്പർ പ്രഭാതം ആശംസിക്കുന്നു. വെൽക്കം ടു മോർണിംഗ് വാക്ക്. യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിനായി നമ്മൾ ഇന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി നഗരസഭയ്ക്ക് കീഴിലുള്ള കൊച്ചി നഗരസഭയുടെ 10ാം ഡിവിഷനായ കരുവേടിപ്പടിയിലെ ചുള്ളിക്കൽ ക്വീൻസ് പാർക്കിലാണ്. ഈ ക്വീൻസ് പാർക്ക് എന്ന് പറയുന്നത് ഇത് ഒരു 1.5 പാർക്കാണെന്ന് പറയാം, അല്ലെ? മുൻപ് മാലിന്യമൊക്കെ തള്ളി ഇവിടെ വലിയ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലം അത് ഈ രീതിയിലാക്കി എടുത്തത് ഇവിടുത്തെ കൗൺസിലറും ഒപ്പം അവിടുത്തെ എന്താണ് പറയുക പ്രദേശവാസികളും ഒക്കെ ചേർന്നാണ്. അതിന് പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ നമുക്ക് പോകെ കാണാം, കേൾക്കാം. നല്ല ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മാറ്റാം, അതായത് പോസിറ്റീവായി മാറ്റാം എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. അതെ ചേച്ചി, നമ്മുടെ പല സ്ഥലത്തും നമ്മൾ ഈ ഐ ലവ് യു കൊച്ചി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, വി ലവ് ഡിവിഷൻ 10 എന്നാണ് വന്നിരിക്കുന്നത്, അല്ലെ? വി ലവ് ഡിവിഷൻ 10 ആണ്. 10ാം ഡിവിഷനിലാണ്. ഇത് 10ാം ഡിവിഷനാണ് കൊച്ചി കോർപ്പറേഷന്റെ. അപ്പൊ ആ 10ാം ഡിവിഷനെ അവർ സ്നേഹിക്കുന്നു. ആ 10ാം ഡിവിഷന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നു. അതാണ് സന്തോഷമുള്ള കാര്യം. യെസ്, അപ്പൊ നമുക്ക് കൗൺസിലറെ പരിചയപ്പെടാനുണ്ട്, ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വാക്ക് തുടങ്ങല്ലേ? അതെ, മോർണിംഗ് വാക്ക് തുടങ്ങാം. നിങ്ങളുടെ മോർണിംഗ് വാക്ക് ജോഗിംഗ് ഒക്കെ എവിടെയാണെന്നൊക്കെ അറിയിക്കുക കമന്റ് ബോക്സിൽ. ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മലപ്പുറത്തുനിന്ന് വരുന്നു. മലപ്പുറം ഉറുങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു എന്നാണ് ഏറ്റവും ആദ്യം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഈ കാട്ടാന വീണിരിക്കുന്നത്. വനം വകുപ്പും പോലീസും ആനയെ കരകയറ്റാൻ ശ്രമം നടത്തുകയാണ്. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലാണ് ഈ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? കൃഷിന, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് വെറ്റിലപ്പാറ കൂരങ്കല്ല് എന്ന പ്രദേശത്ത് സണ്ണിയുടെ കൃഷിയിടത്തിൽ കാട്ടാന ഇപ്പോൾ കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ കൊടുമ്പുഴ വനമേഖലയാണ്. അവിടെ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകൾ ഇവിടെ വലിയ തന്നെ ശല്യമുണ്ടാക്കുന്നു എന്നുള്ള പരാതി നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. ഇത് കുടിവെള്ളം ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണറാണ്, അതിലാണ് വീണിരിക്കുന്നത്. 1 മണിയോട് കൂടിയാണ് സംഭവം. 2 ആനകളാണ് ഈ പ്രദേശത്ത് ഇന്ന് ഉണ്ടായിരുന്നത്. ഈ 2 ആനകൾ തമ്പടിച്ച് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതിലെ ഒരു ആനയെ, അതായത് ഇവയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ അയക്കുന്നതിന് വേണ്ടി പടക്കമൊക്കെ പൊട്ടിച്ച് നാട്ടുകാർ ശ്രമിക്കുന്നതിന് ഇടയിലാണ് ആന കിണറ്റിൽ വീണിരിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി പകൽ വെളിച്ചം എത്തിയതിനു ശേഷമായിരിക്കും JCB ഉപയോഗിച്ച് ഒരു രക്ഷാദൌത്യം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിന് സാധിക്കുകയില്ല. കാരണം ഈ ഒരു മേഖല പൂർണ്ണമായും ഇരുട്ടിലാണ്. ഒപ്പം തന്നെ അപ്പോൾ രാവിലെ ആയതിനു ശേഷം JCB ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ്. അപ്പോൾ നാട്ടുകാർ ഇവിടെ നിന്നും ഇപ്പോൾ പറയുന്നത് ആനയെ രക്ഷാദൌത്യത്തോടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഇവിടെ അവയെ തുറന്നു വിടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കാട്ടിലേക്ക് തന്നെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് നാട്ടുകാർ എടുത്തിരിക്കുന്നത്. കാരണം ഇനി ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇനിയും ഇവ വരികയും ഈ കൃഷി നശിപ്പിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ തവണ തന്നെ വനം വകുപ്പിന് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, സുരക്ഷിത സ്ഥാനത്തേക്ക്
ആനയെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊരു നിലപാട് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇപ്പോൾ 2 ആനകൾ ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാണിപ്പോൾ കിണറ്റിൽ വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു ജാഗ്രത കൂടി ഇപ്പോൾ ഈ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഏലം അടക്കമുള്ള കൃഷി ആണ് ഈ ഒരു മേഖലയിൽ പൂർണ്ണമായിട്ടും ഉള്ളത്. അതിലാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തന്നെ തുടരുന്നത്. അപ്പോൾ നാട്ടുകാർ ആ ഒരു ജാഗ്രതയിലാണ്. ആന ഇപ്പോൾ കിണറ്റിലാണ്. രാവിലെ ആയിരിക്കും അതിന്റെ രക്ഷാദൗത്യ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. വിപിൻ, ആ ഒരു പ്രദേശത്തെ ആ ഒരു മേഖലയിലുള്ള ആൾക്കാരിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര നാളുകളായി ഈ മേഖലയിൽ, ഈ ഉറുങ്ങാട്ടിയിലൊക്കെ ഈ കാട്ടാന ശല്യം രൂക്ഷമായി ഉണ്ട്? ഒന്ന് ആ കാര്യം അറിയണം. മറ്റൊന്ന്, ഇനിയിപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ളൊരു രക്ഷാദൗത്യമാണ് അവിടെ ഫലപ്രദമാവുക? കാരണം ഒരു കിണറ്റിലുള്ളത് നാട്ടാനയല്ല, കാട്ടാനയാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ പുറത്തേക്ക് എടുക്കാനായിരിക്കുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക? അതെ, ഇത് ഒരു JCB ഉപയോഗിച്ച് ഈ കിണർ തുരന്ന് കിണറിന് ഇപ്പുറത്ത് സമാന്തരമായി തന്നെ കിണറിൽ നിന്നും മണ്ണെടുത്ത് ആ രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് സാധാരണഗതിയിൽ ഉള്ളത്. അത് തന്നെയായിരിക്കും ഇവിടെയും നടക്കുക എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ രാവിലെ ആയതിനു ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് കടക്കുക. ഏകദേശം ഒരു 5 വർഷത്തോളമായെങ്കിലും ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതൊരു 6 മാസമെങ്കിലുമായി അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഈ കൊടുമ്പുഴ വനമേഖലയിൽ നിന്ന് കാട്ടാന ഇറങ്ങുകയും ഈ പ്രദേശത്തേക്ക് ഇവിടുത്തെ കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 2-3 ആനകൾ തമ്പടിച്ച് വരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയും ഇത് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവയെ ഇവിടെ നിന്നും കയറ്റിവിടാനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്, അത് പടക്കമൊക്കെ പൊട്ടിച്ചതിനെ തിരിച്ച് കയറ്റാനുള്ള ശ്രമം ഉണ്ടായത്. ആ സമയത്താണ് ഇപ്പോൾ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതൊരു കൃഷിയിടമാണ്. പറഞ്ഞതുപോലെ തന്നെ കിണറിനെ എത്രത്തോളം, അതിനെ ഒരു ആൾമറയൊക്കെ വളരെ പരിമിതമായി മാത്രമാണ്. അപ്പോൾ അത് എത്രത്തോളം ആ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ നിൽക്കുന്നതിനൊക്കെ പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ JCB കൊണ്ടുവന്ന ഇവിടേക്ക് JCB എത്തിക്കാനൊക്കെ ഉള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. കാരണം കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് അപ്പോൾ JCB കൊണ്ടുവരുന്നത് തന്നെ ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അങ്ങനെ ആ ഒരു വഴിയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ കാര്യത്തിലുള്ളത്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെത്തി അതിന്റെ സാധ്യതകൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കാട്ടാന ഇപ്പോഴും കിണറ്റിലാണ്. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉറുങ്ങാട്ടിയിലാണ് കിണറ്റിൽ കാട്ടാന വീണിരിക്കുന്നത്. അപ്പോൾ അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, നമ്മള് ഈ മലപ്പുറത്ത് നിന്ന് പോകേണ്ടത് എങ്ങോട്ടാണ്? കുറച്ച് ദൂരേക്ക് പോകണം. അതെ അതെ. അപ്പോൾ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അമേരിക്കയിലേക്കാണല്ലേ? അതെ അതെ. റഷ്യക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നുണ്ട് ഈ കൊച്ചു എളുപ്പങ്കലത്ത്. ഇവിടെ എളുപ്പങ്കലമാണ് അവിടെ വൈകുന്നേരം. അതെ അതെ. അപ്പോൾ ഗുഡ് ഈവനിങ് അവിടെ. ഇപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് ആണ് മധു ചേട്ടാ. അപ്പോൾ എന്താണ് നിലവിൽ ഈ ട്രംപൻ നയങ്ങൾ, അത് ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അടുത്ത നീക്കം എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ റഷ്യക്കുള്ള ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്, യുദ്ധം അവസാനിപ്പിക്കുക. അതൊക്കെ അത്തരം നയങ്ങളൊക്കെ ആദ്യ ദിനത്തിൽ തന്നെ നമ്മൾ അഭിസംബോധന പ്രസംഗത്തിൽ കണ്ടതാണ്. എന്താണ് ട്രംപിന്റെ മുന്നറിയിപ്പ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രംപിന്റെ കടുത്ത തീരുമാനങ്ങൾ അമേരിക്കയും അതുപോലെ ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരമേറ്റ് 3-ാം ദിനം ട്രംപിന്റെ നോട്ടം എത്തിയിരിക്കുന്നത് റഷ്യയിലേക്കാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ട്രംപ് ഇന്ന് റഷ്യയോട് ആവശ്യപ്പെട്ടു. ഉടൻ യുക്രൈനുമായി ഒരു ധാരണയിലെത്തണം, അല്ലാത്ത പക്ഷം റഷ്യക്കെതിരെ നികുതി, അതുപോലെ കനത്ത ചുങ്കവും ഉപരോധവും ഒക്കെ ഏർപ്പെടുത്തും. അമേരിക്കയിലും അതുപോലെ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ റഷ്യ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കായിരിക്കും ചുങ്കം ഏർപ്പെടുത്തുക. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇതാദ്യമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്രയും ശക്തമായ ഭാഷയിൽ പരസ്യമായിട്ടൊക്കെ ആവശ്യപ്പെടുന്നത്. അതേസമയം റഷ്യയെ ഒരു സൈഡിൽ പിണക്കാതിരിക്കുവാൻ ട്രംപ് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ ജനതയെ താൻ ഏറെ സ്നേഹിക്കുന്നുവെന്നും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു അന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിന് വിചാരിച്ചതിലും കൂടുതൽ സമയമെടുക്കുമെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു. റഷ്യയുമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ യുക്രൈന് താല്പര്യമുണ്ടെന്ന് താൻ കരുതുന്നെന്നും ഈ അടുത്ത കാലത്തും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണിയോട് ഇതുവരെയും റഷ്യ പ്രതികരിച്ചിട്ടില്ല. US-ഉം റഷ്യയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധം വളരെ വഷളായ സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണി എത്രത്തോളം
ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സെൻസസ് ബ്യൂറോയുടെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ വർഷം 2.9 ബില്യൺ ഡോളറിന്റെ സാധനങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. എന്നാൽ ഓർക്കണം, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് 2021 29.6 ബില്യൺ ഡോളറിന്റെ റഷ്യൻ ഉൽപ്പന്നങ്ങളായിരുന്നു അമേരിക്കയിൽ എത്തിയത്. കൃഷ്ണ പ്രജിൻ. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ താൻ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ പ്രതിസന്ധിയും ഒക്കെ പരിഹരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സാധാരണ വ്ളാഡിമിർ പുടിൻ ഇതൊക്കെ എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? മാത്രവുമല്ല, ഇങ്ങനെ ഒരു യുദ്ധം, യുക്രൈൻ യുദ്ധത്തിനൊരു പര്യവസാനമാകുമ്പോൾ അത് യുക്രൈന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിലാണോ കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യവും. കാരണം സെക്കൻഡ് ടൈമിൽ എനിക്ക് തോന്നുന്നു ട്രംപ് ഏറെക്കുറെ എല്ലാം ഉറപ്പിച്ചിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വാർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കണ്ടീഷൻസ് ചിലപ്പോൾ റഷ്യ വലിയ കടുംപിടുത്തം പിടിച്ചാൽ ചിലപ്പോൾ യുക്രൈന് ഫേവറബിൾ ആകാനുള്ളൊരു സാധ്യത കുറവാണ്. ചില പ്രദേശങ്ങളെങ്കിലും റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടതായി വരും. എന്തായാലും നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു ട്രംപൻ ഡിപ്ലോമസി. അതെ, അതിനെങ്ങനെയാണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിനി അമേരിക്കയിൽ നിന്ന് തിരികെ എത്താം, നാട്ടിലേക്ക് വരാം, തൃശ്ശൂരിലേക്ക് പോകണം. അവിടെ നമുക്കറിയുന്ന പോലെ അതിരപ്പള്ളിയിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന തെരച്ചിലിൽ അനുകൂല സാഹചര്യമുണ്ടായാൽ ആനയ്ക്ക് ചികിത്സ നൽകാമെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ പ്രതീക്ഷ. വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മുടെ ഒരു പ്രേക്ഷക മിനി ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഈ കാട്ടാനയുടെ ഒരു വിഷയം വന്നത് പിന്നെ സൂരജിന് ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ കാട്ടാന എവിടെയെന്ന ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഏത് രീതിയിലാണ് കാട്ടാനയെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്? അതിനി എത്ര ദൂരം കാണും? ക്രിസ്റ്റിന, അത് തന്നെയാണ് ഈ വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്നലെയാണ് ഈ കാട്ടാന ഉൾക്കാട്ടിലേക്ക് വലിയുന്നത്. ഇന്നലെ തന്നെ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയത്. പക്ഷേ ഈ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടുകൂടി ഈ ചികിത്സ ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘം ഇന്നലെ ചാലക്കുടിപ്പുഴയിലെ തുരുത്തിൽ ആന നിന്ന മേഖലയിലെത്തി ആനയെ പടക്കം പൊട്ടിച്ച് സമീപത്തെ പ്ലാന്റേഷനിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആന ഈ പരിഭ്രാന്തിപ്പെട്ട് ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത്. പിന്നീട് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ വനത്തിന്റെ വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ ആനയെ കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രി വൈകിയും ഈ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് രാത്രി നിരീക്ഷണം ഉൾപ്പെടെ വനംവകുപ്പ് ഏർപ്പെടുത്തിയെങ്കിൽ പോലും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം കാട്ടാനയെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരം പുലർന്നു കഴിഞ്ഞാൽ ആന എവിടെയാണെന്ന് ട്രേസ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ആദ്യഘട്ടത്തിൽ ഈ വനംവകുപ്പിന്റെ സംഘം നടത്തുക. ആന ട്രേസിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 20 അംഗ ദൗത്യ സംഘം മേഖലയിൽ എത്തുകയും ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നടപ്പാക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പുനരാലോചന ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും. രാവിലെ തന്നെ ആനയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. ക്രിസ്റ്റിന, അതാണ് സൂരജ് സജി പങ്കുവെക്കുന്ന വിവരങ്ങൾ. എന്തായാലും ദൗത്യം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൂടി വളരെ പെട്ടെന്നൊന്ന് വരാം. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന, അവാർഡ് ജേതാവിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു കുറേ ആൾക്കാർ. താങ്ക് യു സോ മച്ച്. ഒരുപാട് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. എല്ലാവരോടും സന്തോഷം, സ്നേഹം. അപ്പോൾ എവിടെയാണ് ക്രിസ്റ്റി പ്രജിൻ ടീഷർട്ട് സൂപ്പർ, ഞങ്ങൾ കൂടി തരുമോ 24 എന്ന് പറയുന്നു. 24 നമ്മുടെ ടീമിന്റെ ജേഴ്സിയാണിത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ കൊച്ചി 10ാം ഡിവിഷൻ, കൊച്ചി നഗരസഭയുടെ 10ാം ഡിവിഷനുള്ള കരുവേലിപ്പടി ചുള്ളിക്കലിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള ക്വീൻസ് പാർക്കിലാണ്. ഇവിടെ വളരെ മനോഹരമായി പാർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും നമുക്ക് ചിത്രങ്ങളുണ്ട്, ചിത്രരചനയുണ്ട്. ഇവിടെ പറയുന്ന പോലെ ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മൾ തന്നെ മാറ്റമായി മാറുക. നമ്മൾ എപ്പോഴും മാറ്റങ്ങൾക്കായിട്ട് ഘോരം പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും മാറുന്നതോടുകൂടെ മാത്രമേ ആ മാറ്റം സാധ്യമാകൂ എന്നാണ് ആ ചിത്രശലഭം പറയുന്നത്. അങ്ങനെ മാറിയൊരിടം കൂടിയാണ് ഈ പറയുന്ന ചുള്ളിക്കലിലെ ഈ പാർക്ക് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പശ്ചാത്തലമുണ്ട്. വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. നമ്മുടെ നടത്തം ഇങ്ങനെ നമ്മുടെ ഈ ക്വീൻസ് പാർക്കിലൂടെയാണ്. അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് നടക്കാം. അതെ, ഈ പ്രജിന്റെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും
വളരെ നല്ല പ്രൊനൗൺസിയേഷൻ. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഒരു ചെറിയ കുഞ്ഞ് ഈ അടുത്തിടെ നമ്മുടെ റീൽസിലൊക്കെ വളരെ ഹിറ്റായതാ. അതിന്റെ വീട്ടിലുള്ള മുതിർന്നവരെ ക്വീൻസ് പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന പല പ്രേക്ഷകരും നമ്മുടെ പ്രൊനൗൺസിയേഷനെ കറക്റ്റ് ചെയ്യാറുണ്ട്. വളരെ വിമർശനാത്മകമായിട്ടൊക്കെ അവർ ഇടപെടാറുണ്ട്. പക്ഷെ സ്നേഹം കൊണ്ടാണ് കേട്ടോ അവർ പറയും. അതങ്ങനെയല്ല. ശരിക്കും ഈ ക്വീൻ എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞത് നീതു എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പൊ ഈ ചെറിയ കുഞ്ഞ് പറയുന്ന കേട്ടപ്പോ അത് കൃത്യമായി പ്രജൻ അത് പറയുന്ന കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് അറിയില്ല ഓർത്തത്. മാതാപിതാക്കളെ കറക്റ്റ് ചെയ്യണേ, ക്വീൻ അല്ല ക്വീൻ. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം അല്ലെ. പാലക്കാട് എലപ്പുള്ളിയിലേക്കാണ്. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്ന് ഉറപ്പായതോടെ പ്രതിഷേധം ഘടിപ്പിക്കാൻ തുടങ്ങിയാണ് UDF-ഉം BJP-യും. പദ്ധതിയിലൂടെ CPIM നേതാക്കൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാണ് BJP-യുടെ ആരോപണം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പദ്ധതിയുമായി മുന്നോട്ടെന്നുറപ്പിച്ചു പറഞ്ഞതിൽ ഘടകകക്ഷികൾക്കുൾപ്പെടെ അതൃപ്തിയുണ്ട്. ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല. CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബ്രൂവറി സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി അംഗങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് അറിയിക്കുമ്പോഴും ജനങ്ങളുടെ ആവലാതി എങ്ങനെ തീർക്കുമെന്ന കാര്യത്തിൽ മറുപടിയില്ല. CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കെ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉറപ്പെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വരും ദിവസങ്ങളിൽ ബ്രൂവറി വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് BJP തീരുമാനം. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തി സമരം നയിക്കുമെന്നാണ് ജില്ലാ ഘടകം നൽകുന്ന സൂചന. എക്സൈസ് മന്ത്രിയുടെ അടക്കം പങ്ക് ഉടൻ പുറത്തുവരുമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 24 പാലക്കാട്. യെസ്, അപ്പോൾ അതാണ് പാലക്കാടിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിവാദം അതിങ്ങനെ കൊഴുക്കുന്നുണ്ട്. ചേച്ചി ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർക്കിനകത്ത് ഒരുപാട് ചിത്രങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മതിലൊക്കെ ഒരുപാട് ചിത്രപ്പണികളാണ്. ശരിക്കും ഈ ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ കഥ പറയുന്നുണ്ട്. എന്തായിരുന്നു 2020-21 കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് ചിത്രത്തിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത്രമാത്രം അതെ. പിന്നെ മാറ്റങ്ങൾ നമ്മളിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബി ദ ചേഞ്ച് അല്ലേ. അപ്പോൾ അങ്ങനെ മാറി പിന്നീട് 2022 ആകുമ്പോഴത്തേക്കും അവിടെ ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ നീക്കുന്നു. 2023 അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ പയ്യെ വളരെ മനോഹരമായ ശുചിത്വമുള്ള ഒരിടമാക്കി ഇതിനെ മാറ്റിയെടുത്ത്. മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജന നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ബാസ്ക്കറ്റുകൾ വെക്കാറുണ്ട്. അതായത് മെറ്റൽസ് ഇടാനായിട്ട് പ്രത്യേകമായി, പ്ലാസ്റ്റിക് ഇടാനായിട്ട് പ്രത്യേകമായി, ഗ്ലാസ് ഇടാനായിട്ട് പ്രത്യേകം. അപ്പോൾ ഇതൊക്കെ ഓർഗാനിക് വേസ്റ്റുകൾ സെപ്പറേറ്റ്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്ന. ഇപ്പൊ 2024 ആയപ്പോൾ ചിത്രം ഈ അവസ്ഥയിലാണ്. ഇനി 25-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ മനോഹരമായി മാറും. 25-26 അതെ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മൾ 25-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലും മനോഹരമാകട്ടെ എന്നാണ്. നമുക്കൊരു പൊട്ടിച്ചികൾ കേൾക്കുന്നുണ്ടോ? നമുക്ക് അതിലേക്കൊക്കെ പോകണം. അതിന് മുമ്പ് നമുക്ക് അടുത്ത വാർത്ത കൂടെ കൊടുക്കാം. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് ഉയർന്നിരിക്കുന്നു. കൃഷിമന്ത്രി P. പ്രസാദാണ് ഭക്ഷ്യധാന്യങ്ങൾ മദ്യോൽപാദനത്തിന് ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്തത്. P. പ്രസാദിന്റെ എതിർപ്പ് കണക്കിലെടുത്താണ് അരി ഉപയോഗിക്കുന്നത് വിലക്കി ഉപയോഗശൂന്യമായ അരി എന്ന് ഭേദഗതി വരുത്തിയത്. പദ്ധതിക്ക് വെള്ളം എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യവും P. പ്രസാദ് ഉന്നയിച്ചു. വാട്ടർ അതോറിറ്റി വെള്ളം ലഭ്യമാക്കുമെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ മറുപടി. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് പദ്ധതിക്ക് അനുമതി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പദ്ധതിക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ യോഗത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തിരുന്നില്ല. യെസ്, ഇനിയിപ്പോൾ നമ്മുടെ ഈ ക്വീൻസ് പാർക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നാടൊന്നാകെ എന്ന് തോന്നുന്ന രീതിയിൽ എല്ലാവരും വ്യായാമം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഉണ്ട്. ഇൻസ്ട്രക്ടറുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അവരുടെ കാര്യം ചെയ്തോട്ടല്ലേ. ഗുഡ് മോർണിംഗ് മാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു നാട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പം ഏതാണ്ട് 1 മാസം 2 മാസമൊക്കെ ആയി. ഇത് സ്ഥിരം ഞങ്ങൾ ഇതും കൂടെ ചെയ്യണേ, വർക്കൗട്ടിനൊപ്പം തന്നെ ഞങ്ങൾ ഇതും കൂടി ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് അവരുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? വളരെ വ്യത്യാസമുണ്ട്. കാരണം ഞാനടക്കം ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. ബോഡി നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലേറെ ഞങ്ങളുടെ കൗൺസിലറിനോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അപ്പൊ കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോ ഒരു ചിരി കേട്ടല്ലോ. ചിരി എന്താ? അതെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങള് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ചിരി.
അല്ലേ? നമ്മ എല്ലാവരോടും നോക്കി ചിരിക്കുമ്പോൾ അതൊരു എന്താ പറയുക, എനർജറ്റിക് ആണ്. രാവിലെ തന്നെ ഒരു ചിരി ചിരി. നമുക്കൊന്ന് ചിരിച്ചാലോ എന്നാലും? നിങ്ങൾ റെഡിയാണോ ചിരിക്കാൻ? ചിരിക്കാം. അതിന്റെ ഒപ്പം ഞങ്ങൾക്ക് ഒരു ഇതും കൂടി ഉണ്ട്. ആ റെഡി. 1 2 3 4 ആദ്യാസനം. അത് നമ്മള് ഹസ്താസനത്തിലാണ് തുടങ്ങുന്നത്. ആ മൈക്ക് മൈക്ക്. ഇത് യോഗയുടെ ഒരു ക്രിയയും കൂടിയാണിത്. ഓക്കെ. പാട്. അന്തമില്ലല്ലോ ലക്കാലംബോ മയുഗത്തിൽ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ മയുഗത്തിൽ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ മയുഗത്തിൽ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ മ. അടുക്കി കൈയടി സ്പീഡ്. ഓക്കെ ഓക്കെ, റെഡിയാണ്? ചിരിക്കാൻ റെഡിയാണ്? റെഡിയാണ്? ഓക്കെ റെഡി? 1 2 3 ഓക്കെ. അടിപൊളി അടിപൊളി. അപ്പോൾ ചിരി പരക്കട്ടെ എല്ലാവരുടെ മുഖങ്ങളിലേക്കും ചിരി വരക്കട്ടെ. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ നടക്കട്ടെ അവിടെ വരാം. ഓക്കെ. അപ്പൊ ഗംഭീരമാണ് ടീം. അപ്പൊ അടിപൊളി അല്ലേ? അതെ അതെ. ചിരിക്കാൻ തോന്നിയില്ലേ? ചിരിച്ചില്ലേ? അതെ അതെ. നമ്മുടെ പ്രൊഡക്ഷൻ ടീമൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഇനി അടുത്ത വാർത്ത, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പ്രതിഭാഗത്തിന്റെ വാദം ഇന്ന് തുടങ്ങും. ഡിസംബറിൽ ആരംഭിച്ച പ്രോസിക്യൂഷന്റെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. പ്രതിഭാഗത്തിന്റെ വാദവും 1 മാസത്തോളം നീണ്ടു നിൽക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ഫെബ്രുവരി അവസാനത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാകും എന്നാണ് വിലയിരുത്തൽ. കേസിൽ പ്രധാന പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. കേസിൽ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. യെസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാലോ? നമ്മുടെ ഇന്നത്തെ ഈ ജേഴ്സിയെ എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്, യെല്ലോ റെഡ്. നമ്മുടെ കളർ തീമാണല്ലോ. അതെ അതെ അതെ, 24ന്റെ കളർ തീമാണ്. മിനി ബാബു പറയുന്നു, ക്രിസ്റ്റീനയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല, ഞാനും ചിരിച്ചു, പരിപാടി സൂപ്പറായെന്ന് ബഗീഷ് പറയുന്നു. ശങ്കരൻ മുസൂദ് കോഴിക്കോട്ടേക്ക് വരണം മോർണിംഗ് വാക്കിന് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം വരാം അല്ലേ? അതെ. ഷീല ജോൺ ഉണ്ട്, ബഗീഷ് ഉണ്ട്. റീന സതീഷിന് സംശയം, അവരുടെ ചിരിയിൽ നിങ്ങളുടെ ചിരി കേട്ടില്ല, നിങ്ങൾ ശരിക്കും ചിരിച്ചായിരുന്നു? നമ്മൾ ശരിക്കും ചിരിച്ചു, നന്നായി ചിരിച്ചു. നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ആശാവിയുണ്ട്, ക്രിസ്റ്റീന പ്രജിൻ. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കാണുമ്പോൾ സന്തോഷമുണ്ട്. സിംഗപ്പൂർ രാവിലെ എല്ലാവരും ഇതുപോലെ ചൈനീസ് പാട്ടിട്ട് എക്സർസൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ നല്ലതാണ്. വേറൊരു പോസിറ്റീവ് ഉണ്ട്. എല്ലാവരും ഇപ്പൊ ലാസ്റ്റ് മെസ്സേജ് എല്ലാവരും ചിരിച്ചു എന്നാണ്. അത് രാവിലെ തന്നെ എല്ലാവരും ചിരിപ്പിക്കാൻ കഴിയും. നമുക്കും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പം ചിരിച്ചുകൊണ്ടേയിരിക്കുക, ചിരിക്കുക, ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കൂ.